ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോക്കാണ്. നമുക്കറിയാം ഒരുപാട് മലയാളീസ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഒരുപാട് പേര് പ്രോഫിറ്റ് എടുക്കുകയും വീണ്ടും നല്ല വാല്യൂ സോണുകൾ കാണുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യുകയും നല്ല തരത്തിൽ സ്വിംഗ് ട്രേഡ് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. കുറേ പേര് അതിൻ്റെ ഏറ്റവും നല്ല മീൻസ് ഐ പി ഒ മുതൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൈസിൽ കിട്ടിയത് മുതൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ആളുകളും കല്യാൺ ജ്വല്ലേഴ്സിലുണ്ട് എന്നുള്ളത് കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കല്യാൺ ജ്വല്ലേഴ്സ് ചെറിയ തരത്തിലൊരു കറക്ഷനിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷൻ ഏത് വരെ പോകാൻ സാധ്യതയുണ്ടെന്നും നെക്സ്റ്റ് സപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ലെൻസ് പ്രകാരം ഏതൊക്കെയാണ് അടുത്ത ഓർഡർ ബ്ലോക്ക് ഏരിയകൾ എന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ സ്റ്റോക്കിൻ്റെ കേസിലും ചെയ്യുന്ന പോലെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ പോകുന്നത്. അതിന് 4 തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് പ്ലെയിൻ ചാർട്ട് അല്ലെങ്കിൽ നേക്കഡ് ചാർട്ട് അനാലിസിസ്, പ്രൈസ് ആക്ഷൻ നോക്കുന്നുണ്ട്. രണ്ടാമത്തത് ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ, ഇതിൻ്റെ ഫെയർ വാല്യൂ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസീവ് വാല്യുവേഷനിലാണോ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണോ ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൽ SMC ടൂൾ നമ്മൾ നോക്കാറുണ്ട്. അതായത് സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ നോക്കിയിട്ട് ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് ഏരിയകളും അതുപോലെ ഫെയർ വാല്യൂ ഏരിയകളും ലിക്വിഡിറ്റി സീപ്പ് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല എന്താ പറയുക സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ, ബയേഴ്സ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഒക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂൾ വെച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ മുൻപത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ അത് കണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ അനാലിസിസുകളൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നമ്മളുടെ ഒരു ഇൻഡിക്കേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് എന്നുള്ളത് അറിയാം എല്ലാവർക്കും. അപ്പം അത് നിങ്ങൾ അതിൻ്റെ മാക്സിമം യൂസേജ് അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ മറ്റ് വീഡിയോസ് കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാലാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുന്ന പോലെ ഏതൊരു സ്റ്റോക്കിനെയും മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്, ഹൈഡ്രോളിക് പവർ ഉള്ളത് FIIs ആൻഡ് DIIസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവരുടെ ആക്ടിവിറ്റി എന്താണ് ആ സ്റ്റോക്കിലുള്ളതെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 4 കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിസർച്ചിലൂടെ ഒരു സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാവാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ വീണ്ടും റീവാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നേക്ഡ് ചാർട്ട് അനാലിസിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ നോക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പ്രൈസ് ആക്ഷൻ ചാർട്ടാണ്. നമുക്കറിയാം കല്യാൺ ജ്വല്ലേഴ്സ് ഒരു പ്രീവിയസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഈ 4th ജൂൺ. അതായത് നമ്മളെ 4th ജൂണിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇലക്ഷൻ റിലേറ്റഡ് ചെറിയൊരു മാനിപ്പുലേഷനൊക്കെ മാർക്കറ്റിൽ നടന്നൊരു സമയമായിരുന്നു. ആ ഒരു സമയം മുതൽ തന്നെ കല്യാൺ ജ്വല്ലേഴ്സ് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 65% 50 ദിവസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്ന ആ സ്റ്റോക്ക് പിന്നീട് കറക്റ്റ് ചെയ്തത് ഏകദേശം വി ക്യാൻ സി 18% ആ കറക്ഷന് ശേഷം വീണ്ടും അത് മീൻസ് ആ ഒരു ബുൾ റൺ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അത് പിന്നീട് തന്നിട്ടുള്ളത് ഏകദേശം 50% അടുത്താണ്. ആ 50% തന്നതിന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ഹെൽത്തി കറക്ഷനാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ 18% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രീവിയസ് സോണിൽ നമുക്കറിയാം ജൂൺ 4 ശേഷം കിട്ടിയിട്ടുള്ള ആ ബുൾ റണ്ണിന് ശേഷം കറക്റ്റ് ചെയ്തത് 18 മുതൽ 20% വരെയാണ്. അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ആ മൂവ്മെൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു 50% റിട്ടേണിന് ശേഷം ഒരു 20%ൻ്റെ അടുത്ത് ആ ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ടൂൾ വെച്ചിട്ടുള്ള SMC ടൂൾ വെച്ചിട്ടുള്ള ആ ഒരു അനാലിസിസ് കൂടി ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നൈസ് ട്രേഡ് SMC ടൂളിൻ്റെ ഒരു ഉപയോഗം നമ്മളിപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സോണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് വീഡിയോയിലൊക്കെ ഇപ്പോൾ BDLൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത് സിഗ്നിഫിക്കൻ്റ് സെല്ലിംഗ് ഏരിയ ആകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ഏരിയയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൈമാറുന്ന ഒരു പ്രൈസ് ലെവൽ ആയിരിക്കാൻ അത് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ 0.086 എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം 0%നേക്കാൾ കൂടുതൽ റെഡ് സോണിൽ കാണുകയാണെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് സെല്ലിംഗ് ഏരിയ ആണെന്നുള്ളതാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ അർത്ഥം. അതുപോലെ 0%നേക്കാൾ കൂടുതൽ ബൈയിങ് ഏരിയയിൽ ഗ്രീൻ സോണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് ബയേഴ്സ് ഉള്ള ഏരിയ ആണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സിഗ്നിഫിക്കൻ്റ് സെല്ലിംഗ് ഏരിയയിൽ നിന്ന് ചെറിയ തരത്തിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇവിടുന്ന് ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെയും ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഈ പ്രൈസിൽ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ബയേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇനി ഇൻ കേസ് നമുക്ക് ഇതിനൊരു കൺഫർമേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഇത് മാറ്റി നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷറിനെ ബുൾസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഈ ഒരു പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടുത്തെ ഈ ഒരു സെല്ലിംഗ് പ്രഷർ 21.74 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലിംഗ് പ്രഷറിനെ ബുൾസ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവാറാണ് നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ചെറിയൊരു അപ്സൈഡ് ഈ ഒരു സ്റ്റോക്കിൽ ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു സ്വിംഗ് ട്രേഡിനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് എന്ന് പറയുന്നത് വളരെ ബിയറിഷ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ക്വാണ്ടിറ്റികൾ മാത്രം വാങ്ങിക്കാവുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ വരുന്നത്. ഇൻ കേസ് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിലും നമുക്കറിയാം അടുത്ത ഒരു സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 50% എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് പറയുന്നത് 530 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് ഏരിയയിലാണ് ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത്. അപ്പം ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ 530 എന്ന് പറഞ്ഞ ഏരിയയിൽ കല്യാൺ ജ്വല്ലേഴ്സ് എത്തുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ആവറേജ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് തിരിച്ച് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. ആ ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മളിവിടെ നേരത്തെ വരച്ച പോലെ തന്നെ ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം 13.32% ഇൻട്രസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ്ലി നല്ല തരത്തിൽ ബൈയിങ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ എന്ന് പറയുന്നത് 5 ഓഗസ്റ്റ് ആയിരുന്നു. അവിടുന്ന് നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രീവിയസ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് ഈ ഒരു പ്രൈസ് ഏരിയ അതായത് 632 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് ഏരിയ ബിയേഴ്സ് കീഴ്പ്പെടുത്തി വീണ്ടും മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറയുന്നത് 530 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായിരിക്കും അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെയർ വാല്യൂ നോക്കാൻ വേണ്ടിയിട്ട് 5th ഓഗസ്റ്റിൽ ഉണ്ടായിരുന്ന വാല്യുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ വാല്യുവേഷൻ ചാർട്ടിൽ ഒന്ന് പോയി നോക്കാവുന്നതാണ്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വാല്യുവേഷൻ അനാലിസിസ്. ഇപ്പോൾ 5th ഓഗസ്റ്റിൽ അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇത് ജൂൺ ആണ്. ഏകദേശം ഈ ഒരു ഏരിയയിലുള്ള വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണ് 19 അല്ലെങ്കിൽ 20 എന്നുള്ള റേഞ്ചിലാണ് വാല്യുവേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അറ്റ് പ്രസന്റ് ഇതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 17.7 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിലേക്ക് ഇങ്ങോട്ട് മാർക്കറ്റ് എത്തുവാണെങ്കിൽ 20 എന്ന് പറഞ്ഞിട്ടൊരു വാല്യുവേഷൻ സ്കോർ കൂടി കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഫെയർ പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക്. അപ്പോൾ ഇൻ കേസ് ഇവിടുന്ന് 530 എന്ന് പറഞ്ഞ പ്രൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് ഈ സ്റ്റോക്ക് നല്ല വാല്യുവേഷനിൽ എടുത്ത് വാങ്ങാവുന്ന ഒരു സോൺ ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. ഇതൊരു നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ആയിട്ട് മാത്രം ഇതിനെ കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ അതിനെ എടുക്കാം. അപ്പോൾ ഈ ഒരു സോണിലാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബൈയിങ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ബയേഴ്സിനെ ഇവിടെ സെല്ലേഴ്സ് ഓൾറെഡി ഫെയിൽ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഡോട്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് ടേക്ക് ഓവർ ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ഇനി ഇങ്ങോട്ട് താഴേക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ സപ്പോർട്ട് കിട്ടുമെന്ന്. കാരണം വാല്യുവേഷൻ കൂടി അഡ്വൈസ് ആണ്. അപ്പോൾ 20 എന്നുള്ള വാല്യുവേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സോണിലേക്ക് വരണം. അതായത് ഈ പറഞ്ഞ 546 530 ഏരിയയിലേക്ക് വരണം. ഈ ഒരു 2 ഏരിയ ബൈയിങ് പ്രഷർ സെല്ലിംഗ് പ്രഷർ ഈ ഒരു ഏരിയയിലേക്ക് ഇവിടെ ഒരു ബോക്സ് വരക്കുകയാണെങ്കിൽ 546 516 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്തായിരിക്കും ഞാൻ ഇതിലൊരു എൻട്രി കൺസിഡർ ചെയ്യുക എൻ്റെ ഒരു വാല്യുവേഷൻ അനാലിസിസ് വെച്ചിട്ട്. ഓക്കെ, അപ്പം അത്തരത്തിലാണ് നമ്മളതിനെ കാണാൻ വിചാരിക്കുന്നത്. ഇനി മറ്റു ഘടകങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാലിസ്റ്റുകൾ ഈ സ്റ്റോക്കിൽ പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 747 രൂപയാണ്. അതായത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്നും 14% അതിന് അപ്സൈഡ് കിട്ടാൻ സാധ്യത എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്നും. അനാലിസ്റ്റുകളുടെ മറ്റ് റെക്കമെൻഡേഷൻ കൂടി നോക്കാം. 8 അനാലിസ്റ്റുകളാണ് ഇതിൽ ടോട്ടലി അനാലിസിസ് നടത്തിയിട്ടുള്ളത്. അനാലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസ്റ്റുകളാണ്. ഇപ്പോൾ ബ്രോക്കിംഗ് ഫേംസ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈപ്പുള്ള അവരുടെ അനാലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അനാലിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെയൊക്കെയാണ് ഈ പറയുന്നത്. ഈ ഫോർ എക്സാമ്പിൾ HDFC, ICICI, SBI, KR ചോക്സി, ഷെയർ ഖാൻ, അങ്ങനെ ഒരുപാട് അനലിസ്റ്റ് ഫേംസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ 8 പേരുടെ റെക്കമെൻഡേഷനും സ്ട്രോങ് ബൈ ആണ് പറയുന്നത്. അതായത് 3 പേര് പറയുന്നത് ബൈയും അതുപോലെ തന്നെ 5 അനാലിസ്റ്റ് പറയുന്നത് സ്ട്രോങ് ബൈ ആണ്. അതുകൊണ്ട് അവരും പറയുന്നത് ഇതൊരു സ്ട്രോങ് ഏരിയ ആണെന്നുള്ളതാണ്. അതായത് ഏകദേശം കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാവുന്ന വേറൊരു ഓവർവ്യൂ എന്ന് പറയുന്നത് സ്റ്റോക്കിനെ പറ്റിയുള്ള വേറൊരു ഓവർവ്യൂ കൂടി നോക്കാം. അത് നമ്മൾ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ്. അതായത്
എന്തൊക്കെ ആക്ടിവിറ്റീസാണ് DII, FII ആക്ടിവിറ്റീസാണ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി ഇവിടെ വന്നിട്ട് നോക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ സെപ്റ്റംബറിൽ ചെറിയൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് 19% പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ നെഗറ്റീവ് തിങ്. അത് ജൂൺ ക്വാർട്ടറിൽ 0 ആയിരുന്നു. ഹോൾഡിങ്ങിൽ ചെറിയൊരു ഇൻക്രിമെന്റ് വന്നിട്ടുണ്ടെങ്കിലും പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പ്ലെഡ്ജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിസ്റ്റോറിക്കൽ FII ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി FII ഹോൾഡിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെപ്റ്റംബർ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് 2023 ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന 26% ഷെയർസ് FIIൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഡിസംബർ ക്വാർട്ടറിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തു. ഡിസംബർ മുതൽ ഒരു മാർച്ചൊക്കെ ആയപ്പം 26 ഉള്ളത് അവർ 21 ആക്കി കുറച്ചു. ജൂണിൽ അവർ സെല് ചെയ്തില്ല. പക്ഷേ സെപ്റ്റംബർ ക്വാർട്ടറിൽ അവർ, അതായത് 2024 സെപ്റ്റംബർ ക്വാർട്ടർ എത്തിയപ്പോഴേക്ക് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം FIIൻ്റെ ഈ ഒരു സ്റ്റോക്കിലെ ഇൻട്രസ്റ്റ് ഏകദേശം അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ DIIസിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ മ്യൂച്വൽ ഫണ്ടാണ് DII ഹോൾഡിംഗ് എന്ന് പറയുന്നത്. മാർച്ച് ക്വാർട്ടറിൽ DII ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. ജൂൺ ക്വാർട്ടറിൽ വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ചെറിയ തരത്തിൽ കൂട്ടി. പക്ഷേ സെപ്റ്റംബർ ക്വാർട്ടറിൽ ജൂണിലുള്ളതിനേക്കാൾ കൂടുതൽ ഷെയർസ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ DIIs വാങ്ങിയിട്ടുണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് വേണം ഈ പോയിന്റ് കേൾക്കാനും. അതായത് നമുക്കറിയാം മാർക്കറ്റിലെ 2 ബിഗ് പ്ലെയേഴ്സ് ആണ് FII, DIIs എന്ന് പറയുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം ഒരു സ്റ്റോക്കിനെ കുറിച്ച്. ഇവിടെ സെപ്റ്റംബറിൽ FII ആ സ്റ്റോക്ക്, അതായത് കല്യാൺ ജ്വല്ലേഴ്സ് സെല് ചെയ്യുമ്പോൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് DIIs കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ DIIസിൻ്റെ പോയിന്റിൽ ആ FIIs വിൽക്കുന്ന ആ സ്റ്റോക്ക് ബൈ ഓൺ ഡിപ്പാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ FIIസും DIIസും രണ്ടുപേരും അഗ്രസീവ്ലി സെല് ചെയ്യുകയും അഗ്രസീവ്ലി ബൈ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിന് ആ രീതിയിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അഗ്രസീവ്ലി രണ്ടുപേരും സെല് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഒരു അക്യുമുലേഷൻ നടക്കുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതിനെ സെൽ ഓഫ് ചെയ്ത് ഒഴിവാക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കൂടുതൽ താഴെ പോവുകയാണ് ചെയ്യുക. പക്ഷേ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കേസിൽ FIIs സെല് ചെയ്യുമ്പോൾ അത് DIIs വാങ്ങുന്നുണ്ട്, വിച്ച് മീൻസ് ഇന്ത്യക്കകത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് ആ ഒരു സ്റ്റോക്കിൻ്റെ പേരിൽ കോൺഫിഡൻ്റ് ആണ്. FIIs കോൺഫിഡൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ നല്ലൊരു വാല്യൂ ആവുന്ന സമയത്ത് വീണ്ടും ഈ സ്റ്റോക്ക് വാങ്ങും. ബട്ട് അറ്റ് പ്രസൻറ്റ് FII സെല് ചെയ്യുന്ന കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോക്കുകൾ കൂടുതലും DIIs വാങ്ങുന്നുണ്ട്. സോ DIIs ആർ പോസിറ്റീവ് അബൌട്ട് ദ സ്റ്റോക്ക്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു DIIs ഇതിനൊരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ കൂടി കാണിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിനെ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി. ഇപ്പം നമുക്കറിയാം ഈ ഒരു 510, 516 മുതൽ 546 വരെയുള്ളത് ഒരു വാല്യൂ സോൺ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് കൂടി കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കല്യാൺ ജ്വല്ലേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്തവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഒരു കംപ്ലീറ്റ് റിസർച്ച് ഓറിയൻറ്റഡ് അനാലിസിസ് ആണ്. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ അനാലിസിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റോക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി പോലെ കമൻറ്റിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആവാം. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പലതരത്തിലുള്ള സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് നമ്മൾ താഴെ വരുമ്പം അതിൽ നല്ല വാല്യൂ സോണിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂടുതൽ ഡിസ്കഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുടെ കയ്യിലുള്ള നമ്മൾ അറിയാത്ത രത്നങ്ങളുണ്ടാവും, അൺനോൺ സ്റ്റോക്സ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാനും നമുക്ക് പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അത്തരത്തിൽ കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. സോ സീ യു അഗൈൻ വിത്ത് അനദർ ഗുഡ് വീഡിയോ. Signing off. Bye bye.